പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ താമര വിരിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. കേരള കോൺഗ്രസ് എം ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ എത്താതിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി. ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു കേരള കോൺഗ്രസ് എം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. RSPയെ പോലെ അടുത്ത തവണ എന്താ ഉയർത്തെഴുന്നേറ്റാൽ രക്ഷപ്പെടും കേരള കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നേവരെ. അതെ, പക്ഷേ ഇവിടെ നിന്നിട്ടായണം എന്നുള്ള ആലോചനകളിലേക്ക് ഇനി കടക്കും എന്നുള്ളതാണ്. അവിടെയാണ് പാലായിൽ നിന്നുള്ള മാണി സാറിന്റെ അഭാവം കേരള കോൺഗ്രസ് ഇപ്പോൾ നേതാക്കളും അണികളും ഒരേപോലെ പ്രതീക്ഷിക്കുന്നത്. റോഷി അഗസ്റ്റിന് പകരമാകാനാവില്ല. സാക്ഷാൽ ജോസ് കെ മാണിക്ക് പോലും പകരമാവാൻ സാധിച്ചില്ല. നോക്കൂ, എൻ ജയരാജിനെ പോലുള്ള സ്ഥാനാർത്ഥി പോലും കാഞ്ഞിരപ്പള്ളിയിൽ പരാജയപ്പെടുകയാണ്. സമവാക്യങ്ങളൊക്കെ എടുത്ത് തട്ടിൻപുറത്ത് വെച്ച്. എന്നാൽ മറുഭാഗത്ത് നോക്കൂ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച് 8-ൽ 7 വിജയിച്ചാണ്. രണ്ടിടത്തിൽ നിന്നുള്ള കുതിച്ചുകയറ്റമാണ്. അപ്പോൾ ജോസ് കെ മാണി ഇത്തവണ CPM-നോടൊപ്പം നിന്ന് ഇടതുമുന്നണിക്കൊപ്പം നിന്ന് എല്ലാ പാർട്ടികൾക്കും അതിന് ചൂടറിയേണ്ടി വന്നു. NCP നിലംപരിശായി. അതേപോലെ കുന്നത്ത് നാട്ടിൽ നിന്നുള്ള കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി ഇല്ലാതായി. എത്ര പാർട്ടികളെ ഇല്ലാതായിരിക്കുന്നു നോക്കൂ. NCPക്ക് നിയമസഭയിൽ സാന്നിധ്യമില്ല. കേരള കോൺഗ്രസ് എമ്മിന് സാന്നിധ്യമില്ല. ഇടുക്കിയിൽ UDFന്റെ വിജയം 23,717 വോട്ടിനാണ്. റോഷി ഒരു ഘട്ടത്തിൽ പോലും നൽകിയില്ല എന്നുള്ളതാണ്. നോക്കൂ, അഴീക്കോട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് സ്ക്രീനിൽ. അഴീക്കോട് 358 വോട്ടിന് LDF ലീഡ് ചെയ്യും. പക്ഷേ UDFന്റെ ബൂത്താണ് അഴീക്കോട്. അങ്ങനെയാണെങ്കിൽ അഴീക്കോട് നിന്നും വരുന്ന വിവരം സുമേഷിന് ഗുണകരമാകുമോ? 358 വോട്ടിന്റെ മാത്രം ലീഡ് ഇപ്പോൾ എണ്ണുന്നത് UDFന്റെ കരുത്തുറ്റ ബൂത്തിലാണ്. ആ ബൂത്തിൽ ഈ LDF ലീഡ് നേടിയില്ലെങ്കിൽ UDF 388 കടന്നുപോയാൽ അഴീക്കോട് KV സുമേഷ് പരാജയത്തിലേക്ക് പോകും. അഴീക്കോട് KV സുമേഷ് പരാജയപ്പെടുക എന്നുള്ളത് ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അടുത്ത വിജയം കുറ്റ്യാടി UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലങ്ങൾ നോക്കാം. കോന്നി, തൃക്കരിപ്പൂർ, നേമം, മണലൂർ, ഗുരുവായൂർ, കൊട്ടാരക്കര, തിരുവനന്തപുരം സെൻട്രൽ, ചിറയൻകീഴ്, വട്ടിയൂർക്കാവ്, അഴീക്കോട്. കൊല്ലത്ത് LDF ജയിക്കുന്ന ഒരേ ഒരു അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരുന്ന ആ സംഘർഷം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂരിപക്ഷമൊന്നും പുനലൂരിൽ കിട്ടണമെന്നില്ല. ലീഗിന് കിട്ടേണ്ടിയിരുന്ന ഭൂരിപക്ഷം പോലും അവിടെ കോൺഗ്രസ് കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്ത്. അഴീക്കോട് അർജുൻ കല്യാൺ ഉണ്ട്. അഴീക്കോട് എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അഴീക്കോട് 388 വോട്ടിന്റെ ലീഡ് മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ എണ്ണുന്നത് UDFന്റെ കേന്ദ്രമാണോ? അങ്ങനെയാണെങ്കിൽ സുമേഷ് തോക്കുമോ? അതിശക്തമായിട്ടുള്ള പോരാട്ടം അവസാന വിധി വരികയാണ്. 9,679 പിടിച്ചിരിക്കുന്നു. നേരിട്ട് പോരാട്ടത്തിലാണ്. ഒരു സീറ്റ് CP ജോൺ BJP-യിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. കുറെ നാളുകളായി ഒരു CMB-യുടെ MLA. അതായത് തോമസ് ഐസക്കിനേക്കാൾ സീനിയറായ ഒരു നേതാവ് ഒരുപക്ഷെ ഈ പാർട്ടിയിൽ CPM-ൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ പോളിറ്റ് ബ്യൂറോയിലടക്കം എത്തേണ്ട ഒരു നേതാവ്. ആ നേതാവിന് വേണ്ടത്ര പരിഗണനകളൊന്നും തന്നെ ഒരു ഘട്ടത്തിലും കിട്ടിയിരുന്നില്ല. പ്ലാനിംഗ് കമ്മീഷനിൽ പ്ലാനിംഗ് ബോർഡിൽ ഒരു മെമ്പറായി എന്നതിനും അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് CP ജോണിനെ പാർട്ടിക്ക് നിന്നുള്ള പിന്തുണയോ പാർലമെന്ററി പദവികളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാ CP ജോൺ ആദ്യമായി നിയമസഭയിലേക്ക് നടന്നു കയറുന്നു. ഇത്തവണ അദ്ദേഹം മത്സരിക്കണം, ജയിക്കണം, നിയമസഭയിൽ എത്തണം എന്നതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിലെ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നത്. VK പ്രശാന്ത് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് മടങ്ങി എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അവിടെ K മുരളീധരൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണോ? വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണോ? അപ്പോൾ അർജുൻ കല്യാണെ നമുക്കൊപ്പം തുടരുന്നുണ്ടെങ്കിൽ അർജുൻ കല്യാൺ, എന്താണ് അഴീക്കോട് സംഭവിക്കുന്നത്? അഴീക്കോട് KV സുമേഷ് പരാജയത്തിലേക്കാണോ? 358 വോട്ടിന്റെ മാത്രമേ ലീഡുള്ളൂ. ഇപ്പോൾ എണ്ണുന്നത് UDFന്റെ കോട്ടയിലാണോ? നോക്കൂ, കുന്നംകുളത്ത് നേരത്തെ CP ജോൺ പരാജയപ്പെട്ടത് അപരൻ വോട്ട് പിടിച്ചിട്ടാണ് കേട്ടോ. അപരൻ 1300 വോട്ടുകൾ പിടിച്ചിട്ടാണ് അദ്ദേഹത്തിന് 480 വോട്ടുകളുടെ പരാജയം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട വിജയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് CP ജോൺ തിരുവനന്തപുരം സെൻട്രൽ. അർജുൻ കല്യാണുണ്ടെങ്കിൽ നമുക്കറിയേണ്ടത് അഴീക്കോട് സുമേഷിന്റെ കാര്യമാണ്. അഴീക്കോട് KV സുമേഷ് 358 വോട്ടുകളുടെ ലീഡ് മാത്രമേ ഉള്ളൂ. അർജുൻ കല്യാൺ എന്തും സംഭവിക്കാമെന്ന നിലയാണോ?
തീർച്ചയായിട്ടും ഡോക്ടർ, എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിൽ തന്നെയാണ് അഴീക്കോട് ഉള്ളത്. പുഴാതി സോണലിൽപ്പെട്ട 3 ബൂത്തുകളാണ് ഏറ്റവും അവസാനത്തെ, അതായത് 14ാമത്തെ റൗണ്ടിൽ അവിടെ വോട്ടെണ്ണുന്നത്. ആ വോട്ടെണ്ണൽ നടക്കുന്ന 3 ബൂത്തുകളിലും UDF ശരാശരി 110 വോട്ടെങ്കിലും ലീഡ് പിടിച്ചാൽ അവിടെ UDF വിജയിക്കാൻ വേണ്ടി കഴിയും. 23 വോട്ടുകളുടെ ലീഡ് പോസ്റ്റൽ ബാലറ്റിൽ UDF സ്വാഭാവികമായും ആ വോട്ട് കവർ ചെയ്യാൻ വേണ്ടി തരത്തിൽ, അതായത് ഒരു 330 വോട്ടെങ്കിലും അഴീക്കോട് പിടിച്ചാൽ മാത്രമേ അവിടെ UDF വിജയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ശരി, 6000 വോട്ടിന് കഴിഞ്ഞ തവണ സ്വന്തമാക്കിയ മണ്ഡലമാണ്. KV സുമേഷ് നല്ല MLA ആണ് എന്ന കാര്യത്തിൽ അവിടെ ആർക്കും തർക്കമുണ്ടായില്ല.